അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടിയെന്ന് കരുതുന്ന ഈ തടി കഷ്ണങ്ങൾ നിലവിൽ കണ്ടിരിക്കുകയാണ്. അതിൽ കണ്ട ഒരു വ്യക്തി തന്നെ നമ്മോട് ഇപ്പം ചേരുകയാണ്. ഇന്നലെ വൈകുന്നേരം കണ്ടതാണ് സാധനം. 6 മണിക്ക് കിട്ടിയതാണ് സാധനം. മറ്റേ ആൾക്കാരുടെ 8 കിലോമീറ്ററാണ്. 4 പീസ് കിട്ടിയാണ്. പേരിൽ MR പേരുണ്ട് അതിൽ സാധനത്തിൽ 4 പീസ് കണ്ടതാണ്. ഇപ്പോൾ പോയി ഞങ്ങൾ പോയി 8 കിലോമീറ്ററാണ്. പോലീസിനെ അറിയിച്ചിട്ടില്ല. ആരെല്ലായിട്ടാണ് അവിടെ ഞങ്ങൾ ഡ്രൈവറുകളെ പോയി. നമ്പർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പേര് MR പേരുണ്ട് എന്ന് പറഞ്ഞാൽ ഈ അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടിയുടെ നമ്പറാണോ അത്? ആൾക്കാരെ പോയി. എന്നിട്ട് നിങ്ങൾ ആ പ്രദേശത്ത് വേറെ തടി ഉണ്ടോ എന്ന് നോക്കിയോ? നോക്കിയോ കമ്പമായത് അർജുൻ്റെ നമ്പർ ഇതിൽ കാര്യം സാധനം നമ്പർ അറിഞ്ഞു. നിങ്ങളിപ്പം കണ്ടത് എത്ര? 4 എന്നിട്ട് ആ പരിശോധന വേറെ സ്ഥലത്തേക്ക് നോക്കിയോ? അതിന്റെ അടുത്ത കിലോമീറ്റർ സെയിം പേര് അത് സെയിം ആണ്. സെയിം പീസാണ്. 4 പീസ് 4 പീസാണ്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ദൂരെയാണ് ഈ സംഭവ സ്ഥലത്ത്? 8 കിലോമീറ്ററാണ്. ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആ തടി കണ്ടെത്തിയിരിക്കുകയാണ്. അർജുന്റെ വാഹനത്തിലുണ്ടായിരുന്ന ആ തടി, ആ നമ്പർ ഉൾപ്പെടെ ആ ദൃക്സാക്ഷി നമ്മോടൊപ്പം പറയുകയാണ്. ഇത്തരത്തിൽ ഈ ലോറിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ലോറിയുടെ ഉടമയുടെ ഒരു ബന്ധു കൂടെയാണ്. അദ്ദേഹമാണ് ഇത്തരത്തിൽ കൃത്യമായ വിവരം നൽകിയിരിക്കുന്നത്. കാരണം നാം ആദ്യം മുതൽ തന്നെ ഈ ഇസ്രായേൽ വളരെ സുപ്രധാനമായ ഒരു വിവരമാണ്. ആ ലോറിയിലുണ്ടായിരുന്ന തടി കണ്ടെത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് എവിടെയാണ് കണ്ടെത്തിയത്? ആ കണ്ടെത്തിയ വിവരം ഈ തിരച്ചിൽ നടത്തുന്ന സംഘാംഗങ്ങളെ അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെ അത് മുന്നോട്ട് പോയിട്ടുണ്ടോ? എന്താണ് അദ്ദേഹം പറയുന്നത്? എന്തായാലും അല്പസമയം മുൻപ് ചോദിച്ചപ്പോൾ അത്തരത്തിൽ അത് പോലീസിനെ അറിയിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ഒരു നമ്പർ കൃത്യമായി പറയുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ വരുമ്പോൾ ആ നമ്പർ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അയാൾ അത് കൃത്യമായി തന്നെ പറയുന്നു. എന്തായാലും അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ നമുക്കത് ചോദിക്കാം. കാരണം ഈ വിവരം പോലീസിനെ അതോടൊപ്പം തന്നെ ഈ അറിയിച്ചില്ല. ഇന്നലെ സാധിക്കിട്ടതല്ലേ? ഇന്നലെ പകരം കിട്ടിയത്. ഇത്രയും സമയം കഴിഞ്ഞിട്ടില്ലേ? പ്രധാനപ്പെട്ട വിവരമല്ലേ? ഞങ്ങൾക്ക് ഇന്നലെ ഊഴിണ്ടായി. ഞങ്ങള് വന്ന ആൾക്കാർ പറഞ്ഞ് ഇങ്ങനെ സാധനം കിട്ടി നമുക്ക് എല്ലാ തരണം. അപ്പൊ ഞങ്ങൾ എല്ലാം പോയി കൊടുത്തത്. മറ്റേ ഗാഡി ഓണർ വന്നു. ഞങ്ങൾ ആൾക്കാർ 4-5 ആൾ പോയത്. ഡോക്ടർ ഓണർ പറഞ്ഞ് കമ്പാമായി പറഞ്ഞു. പക്ഷേ അവിടെ പോയപ്പോൾ നാട്ടുകാരാണോ? നാട്ടുകാർ. അപ്പൊ നാട്ടുകാരെന്ത് പറഞ്ഞു? കൂടുതൽ വല്ലതും കണ്ടിട്ടുണ്ടോന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ എത്ര എണ്ണം കണ്ടിട്ടുണ്ടോ? 4 പീസ് കിട്ടി. ഇതെങ്ങനെയാണ്? ഒഴുകി കിടക്കുമായിരുന്നോ അതോ സൈഡിൽ എവിടെയെങ്കിലും? സൈഡിലുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ എന്താണ് ഇത് അറിയിക്കണ്ടേ? ആ സ്ഥലത്ത് അവരെ അറിയിക്കണ്ടേ? ദൗത്യ സംഘത്തെ അറിയിക്കണ്ടേ? ആരാണ്? എന്തായാലും ഇത് അല്പസമയത്തിനകം തന്നെ അറിയിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ അത് വലിയ വീഴ്ചയാണ്. കാരണം അങ്ങനെ ഇവർ പറയുന്നത് അനുസരിച്ചാണെങ്കിലും 6 മണിക്കായിരുന്നു ഇത്തരത്തിൽ ഈ ലോറിയിൽ നിന്നുള്ള തടി, അർജുന്റെ വാഹനത്തിലെ ഈ തടി കഷ്ണം കാണുന്നത്. പക്ഷെ ഇത്രയും സമയമായിട്ടും അത് അറിയിക്കാൻ നിലവിൽ തയ്യാറായിട്ടില്ലെന്ന് പറയുന്നു. നാട്ടുകാർ അറിയിച്ച വിവരത്തിനെ തുടർന്നാണ് ഇവർ ഈ പ്രദേശത്ത് പോയി പരിശോധന നടത്തുന്നത്. ആ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ തടി കഷ്ണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. കാരണം ഇത്തരത്തിൽ ആ പ്രദേശത്ത് ഈ ലോറി പുഴയിൽ വീണെങ്കിൽ എവിടെയാണ് തടി കഷ്ണം കണ്ടത്? ഇന്ന് 6 മണിയോടുകൂടിയാണ് കണ്ടത് എങ്കിൽ അത് വളരെ സുപ്രധാനമായ ഒരു വിവരമാണ്.